കേരള ക്രിക്കറ്റ് സഭ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്, മാന്നാനത്താണ്. മാന്നാനത്ത് എത്തിയപ്പോൾ നമ്മളിവിടെ KCAയുടെ ജൂനിയർ വുമൻസ് ക്രിക്കറ്റ് അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതവരുടെ ഇൻഡോർ നെറ്റ്സിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവർ നൽകുന്ന ഒരു സപ്പോർട്ടും അതിനുള്ള അവർ നൽകുന്ന ഒരു അതിൻ്റെ വളർച്ചയ്ക്കുള്ള അവർ നൽകുന്ന ഒരു സപ്പോർട്ടൊക്കെ നമ്മളാണ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. നമുക്കിത് ജൂനിയർ സ്റ്റേറ്റ് അക്കാഡമിയാണ് മാന്നാനത്തുള്ളത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അണ്ടറിൽ 2 അക്കാഡമീസാണ് കേരളത്തിലുള്ളത്. ഒന്ന് വയനാടും ഒന്ന് കോട്ടയത്തുമാണ് ഉള്ളത്. കോട്ടയത്ത് 10ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ സെലക്ഷൻ ലഭിക്കുന്നതും അതിനനുസരിച്ചാണ് ഇവിടെ ട്രെയിനിങ് പോകുന്നത്. അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്, അവരുടെ ട്രെയിനിങ് പ്രോസസ്സ്, അവരുടെ കിറ്റ് കാര്യങ്ങളെല്ലാം തികച്ചും സൗജന്യമാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു റൂഫിൻ്റെ അണ്ടറിൽ തന്നെ എല്ലാ ഫെസിലിറ്റിയും നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി പോലെ തന്നെ എല്ലാ ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ട് തന്നെ ഭാവി തലമുറയിലേക്ക് ഇനിയും മിന്നുമണി, സജ്ജന പോലുള്ള താരങ്ങളെ കൊണ്ടുവരാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അക്കാഡമി സിസ്റ്റം ഇപ്പോൾ നമ്മളിവിടെ കോട്ടയത്ത് മാന്നാനത്ത് കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഇപ്പോൾ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് സെഷനുള്ളത്. മൺഡേസ് നമുക്ക് ഓഫ് ഡേ ആണ്. നമുക്ക് പ്രാക്ടീസ് സെഷൻ രാവിലെ 6:30 മുതൽ 8:30 വരെയും. ആ സമയത്ത് നമ്മൾ കൂടുതലും ഫിറ്റ്നസ്സും ഫീൽഡിങ്ങും കാര്യങ്ങളാണ് ട്രെയിൻ ചെയ്തത്. ഈവനിങ് സെഷൻ സ്കൂളുകൾ കഴിഞ്ഞിട്ട് 4:30 to 6:30 ആണ്. സാറ്റർഡേ സൺഡേസ് കൂടുതലും നമ്മൾ മാച്ചസ് ആണ് ചെയ്യുന്നത്. പിന്നെ മുതിർന്ന കോച്ചസിൻ്റെ നമുക്ക് ഗൈഡൻസിൽ പോകുന്നുണ്ട്. ഇപ്പോൾ അക്കാഡമിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പം അക്കാഡമിയിലേക്ക് ബിജു സാറിൻ്റെ സീനിയർ വുമൻസ് ഇന്ത്യൻ കോച്ചായ ബിജു സാറിൻ്റെ സേവനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അതനുസരിച്ച് സീനിയർ വുമൻസിലുള്ള കുട്ടികൾ വരികയും കുട്ടികൾ അവരുടെ ഷെയർ ചെയ്യുകയും അവരുടെ ക്യാമ്പിലെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ട്രെയിനിങ് രാവിലെ ഫിറ്റ്നസ് ആണ്. 6 o'clock സ്റ്റാർട്ട് ചെയ്യും. ഒരു 8 o'clock ആകുമ്പോഴത്തേക്കും ഫിനിഷ് ആവും. ഫിറ്റ്നസ് ജിമ്മും ഗ്രൗണ്ടൊക്കെ ആയിട്ടാണ്. പിന്നെ വൈകുന്നേരം സ്കിൽസും ഫീൽഡിംഗ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. എത്ര വർഷമായി ക്യാമ്പിൽ വന്നിട്ട്? ഞാൻ 3 വർഷമായി. ഈ 3 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്താണ്? ഞാൻ ഇവിടെ വന്നപ്പം അങ്ങനെ ഡിസ്ട്രിക്ട് ഒന്നും കളിക്കില്ലായിരുന്നു. ഞാൻ ഒരു ഇതിലാണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നല്ല രീതിക്ക് കളിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ഡിസ്ട്രിക്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല രീതിക്ക് ഒരു സെലക്ഷനൊക്കെ കിട്ടി തുടങ്ങി. ഞാൻ ബാറ്റ്സ്മാൻ ഓൾറൗണ്ടർ. 2013 മുതലാണ് ഈ ഒരു അക്കാഡമി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇത് മുന്നോട്ട് പല താരങ്ങളും പല പ്ലെയേഴ്സും മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവർ നൽകുന്ന സപ്പോർട്ടും അതുപോലെ സെൻറ്റർ ഫ്രെയിംസ് സ്കൂള് അവിടെയാണ് ഈ കുട്ടികളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവർ നൽകുന്നൊരു സപ്പോർട്ടും ഇവരുടെ ആവേശമെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു മിന്നുമണിയോ അല്ലെങ്കിൽ സജന സജീവനോ അടുത്ത ഇന്ത്യൻ താരത്തിനെ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം.